നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എല്ലാവരും ആഘോഷ തിരക്കിലാണല്ലോ. മുട്ടച്ചേട്ടൻ ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരാനുള്ള കാരണം ഞാൻ അല്പം മൂഡ് ഓഫിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ മറ്റെവിടെയല്ല, നമ്മളുടെ നാട്ടിൽ ഇരിട്ടിയടുത്ത് മാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ വീഡിയോ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നു. ദയവായി നിങ്ങളും കാണുക. ഈ വീഡിയോ ഷെയർ ചെയ്താൽ വളരെ നല്ല കാര്യം. ഷെയർ ചെയ്യുക എന്ന് മാത്രമല്ല, ഒരു ചെറിയ തുക 100 ആയാലും 200 ആയാലും അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കും. എത്രയോ പൈസ നമ്മൾ എവിടെയെല്ലാം ചിലവാക്കുന്നു. ഈ വീഡിയോ കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിറഞ്ഞ സ്നേഹത്തോടു കൂടി മുട്ടസേട്ടൻ. ഈ കുഞ്ഞിനെയും പേറി നടക്കുന്നത് അമ്മ പ്രജീഷയാണ്. ജന്മനാൽ സെറിബൽ പാളിസി ബാധിച്ച് വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ കുടുംബം നീങ്ങിപ്പോകുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച ഈ കുടുംബം തീർത്തും വളരെ പട്ടിണിയിലാണ്. കാലിൻ്റെ 2 മുട്ടുചിരട്ടിയും മാറ്റിവെക്കാൻ ഭീമമായ തുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ മുട്ട് മാറ്റിവെച്ചാൽ ആ കുടുംബത്തിന് ആ കുഞ്ഞിനെ നടന്ന് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ മോൻ ദേവതീർത്ത് എന്നാണ് എൻ്റെ മോൻ്റെ പേര്. എൻ്റെ മോന് ജനിച്ചപാട് 2 മിനിറ്റ് മോൻ കരഞ്ഞില്ല. അപ്പോൾ ഓക്സിജൻ കിട്ടാതിൻ്റെ പേരിലാണ് എൻ്റെ മോന് നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലുള്ളത്. ഒരു വട്ടം ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇനി എൻ്റെ മോന് കാലിന് രണ്ട് പുരട്ടി മാറ്റി വെച്ച് ഇടയിലെ ലെഗമെന്റ് മാറ്റി എൻ്റെ മോനത്തേക്ക് നടക്കും പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിവൃത്തിയുമില്ലാത്ത ഈ കുടുംബത്തിന് 6 ലക്ഷം രൂപയോളം വരുന്ന ഈ തുക ഒരിക്കലും കണ്ടെത്താനാവുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ അക്കൗണ്ടിൽ ചേർത്ത് കൊടുക്കണം. ദേവതീർത്ത് പഠിപ്പിൽ നല്ല മിടുക്കനാണ്. പല മഹാന്മാരെയും ചിത്രം വരച്ചിരിക്കുകയാണ് ആ കുഞ്ഞ്. കൈക്കും കാലിനും സ്വാധീനമില്ലാതെ സ്വന്തം വായു ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ ചിത്രങ്ങൾ വരച്ച ആ മോന്. പ്രിയപ്പെട്ട ധ്യാൻ കൃഷ്ണ എന്ന് പറയുന്ന 7 വയസ്സുള്ള തൊട്ടടുത്തൊരു ചെറിയ മകനും കൂടിയുണ്ട്. പഠിപ്പിൽ മിടുക്കൻ മാത്രമല്ല, പത്രമാധ്യമങ്ങളിൽ നല്ല രീതിയിലുള്ള ആ മിടുക്കനെ പറ്റി വാർത്തയൊക്കെ വന്നതാണ്. ഇനി ഒരുപാട് ചിത്രങ്ങൾ നല്ല രീതിയിൽ വരക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആ കാല് നല്ല രീതിയിൽ നടക്കാൻ പറ്റിയാൽ, ആ സർജറി കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, സ്വന്തമായി എഴുതിയ ഒരു ജോലിക്ക് പോകാൻ വേണ്ടി പറ്റാതെ ആരെങ്കിലും കൊടുക്കുന്ന സഹായം, ആ സഹായത്തിലെ കുടുംബം പട്ടിണിയില്ലാതെ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നു. സ്വന്തമായി വീടുമില്ലാതെ ഈ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഒരു രോഗം പിടിപെട്ടിട്ടുള്ളത്. എല്ലാ ആൾക്കാരും അകമഴിഞ്ഞ് കഴിയുന്നത് ഒരു ചെറിയൊരു തുക ഈ കാണുന്ന അക്കൗണ്ടിലിട്ടിട്ട് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. നമുക്ക് നമ്മളെ മക്കൾ ആലോചിച്ചെങ്കിലും നമുക്ക് നാളെ വരുന്ന വലിയ ബുദ്ധിമുട്ട്, നമ്മളെ പ്രയാസങ്ങൾ ഇതിൽ മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആ പാവം അമ്മ പ്രജീഷന്റെ ആ കുഞ്ഞിനെയും പേറി നടക്കുന്ന രംഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല. വളരെ പ്രയാസത്തോടെയാണ് താങ്ങാവുന്നതിൽ ഭാരം ആ കുഞ്ഞ് പോകുന്നത്. അവർക്ക് അവരോട് ചോദിക്കാൻ വരെ ഒരു മടിയുള്ള കുടുംബം. സഹായിക്കണം പ്രിയപ്പെട്ടവരെ, അപേക്ഷയാണ്. കൂട്ടുകാരെ, ഈ ആഘോഷ ദിനത്തിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഷെയർ ചെയ്യുക മാത്രമാണോ? അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് പോവുക എന്നുള്ളതാണോ? അതോ അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടോ? നന്മകളുണ്ടാകട്ടെ, ഐശ്വര്യങ്ങളുണ്ടാകട്ടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. മുട്ടച്ചേട്ടൻ.